മിഡിൽ ഈസ്റ്റ് മേഖലയിലെ യുദ്ധാവസ്ഥ കൂടുതൽ ഗുരുതരമാവുകയാണ്. ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ എന്നിവരെ ചുറ്റിപ്പറ്റിയുള്ള പുതിയ സംഭവവികാസങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുകയാണ്. ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ജെറുസലേമിൽ US കോൺസുൽ ഉപയോഗിക്കുന്ന ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിൽ ഇറാനിയൻ മിസൈലിന്റെ ആക്രമണമുണ്ടായി. എന്നാൽ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കുന്നത് ഈ സംഭവത്തിൽ US ഉദ്യോഗസ്ഥർക്കോ ജീവനക്കാർക്കോ പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ്. മിസൈൽ ഇസ്രായേൽ പ്രതിരോധ സംവിധാനങ്ങൾ തടഞ്ഞതിനെ തുടർന്ന് അവശിഷ്ടങ്ങൾ ഒരു ജനവാസ മേഖലയിലേക്കാണ് വീണതെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് വ്യക്തമാക്കി. മേഖലയിലെ നയതന്ത്ര, സൈനിക, സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിട്ട് ഇറാനും ഇറാൻ പിന്തുണയുള്ള സായുധ സംഘങ്ങളും നടത്തുന്ന ആക്രമണങ്ങളെ അമേരിക്ക ശക്തമായി അപലപിക്കുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ഗാസ മുനമ്പിലും വെസ്റ്റ് ബാങ്കിലും സ്ഥിതിഗതികൾ കൂടുതൽ മോശമാവുകയാണ്. ആരോഗ്യ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം അനുസരിച്ച് ഗാസയും വെസ്റ്റ് ബാങ്കും ഉൾപ്പെടെ ഒരു ദിവസത്തിനുള്ളിൽ 16 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആഴ്ചകളായി തുടരുന്ന സംഘർഷത്തിനിടെ ഒരു ദിവസത്തെ ഏറ്റവും വലിയ മരണസംഖ്യയാണിതെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. മധ്യ ഗാസ മുനമ്പിലെ സവൈദ പട്ടണത്തിലേക്കുള്ള പ്രവേശന കവാടത്തിന് സമീപം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനും മറ്റ് 8 ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടതായി ഹമാസ് നിയന്ത്രണത്തിലുള്ള ഗസയിലെ മെഡിക്കൽ വിദഗ്ധരും ആഭ്യന്തര മന്ത്രാലയവും അറിയിച്ചു. ഈ ആക്രമണത്തിൽ 14 പേർക്ക് പരിക്കേറ്റതായും ഗാസ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ഞായറാഴ്ച രാവിലെ മധ്യ ഗാസ മുനമ്പിലെ നുസ്രൈത്ത് പ്രദേശത്ത് നടന്ന മറ്റൊരു ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഒരു കുടുംബത്തിലെ 3 പേർ കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ ഒരു പുരുഷനും ഗർഭിണിയായ ഭാര്യയും അവരുടെ മകനും ഉൾപ്പെടുന്നു. ഈ സംഭവത്തെക്കുറിച്ച് ഇസ്രായേൽ ഇതുവരെ ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല. ഇസ്രായേൽ അധിനിവേശത്തിലുള്ള വെസ്റ്റ് ബാങ്കിലും സംഘർഷം തുടരുകയാണ്. ഒരു ഫലസ്തീൻ ദമ്പതികളും അവരുടെ 2 കുട്ടികളും വാഹനം ഓടിച്ചു പോകുന്നതിനിടെ കൊല്ലപ്പെട്ടതായി ഫലസ്തീൻ ആരോഗ്യവകുപ്പ് അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് അന്വേഷണം തുടരുകയാണെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു. 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണത്തെ തുടർന്ന് ആരംഭിച്ച യുദ്ധം 2 വർഷമായി തുടരുകയാണ്. അതിനുശേഷം ഒക്ടോബറിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും ഗാസ മേഖലയിൽ ഇടയ്ക്കിടെ ആക്രമണങ്ങൾ തുടരുന്നുണ്ട്. മേഖലയിലെ സുരക്ഷാ സാഹചര്യം മോശമാകുന്നതിനാൽ വിമാന സർവീസുകളിലും വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. സലാം എയർ വിവിധ രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചതായി അറിയിച്ചു. ഇറാൻ, ഇറാഖ്, ലെബനോൻ എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമുള്ള സർവീസുകൾ ഏപ്രിൽ 30 വരെ ഉണ്ടാകില്ലെന്ന് എയർലൈൻ വ്യക്തമാക്കി. ഇതോടൊപ്പം മാർച്ച് 31 വരെ കുവൈറ്റ് സിറ്റി, ഷാർജ, ദോഹ, ദമാം എന്നീ നഗരങ്ങളിലേക്കുള്ള സർവീസുകളും താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. യാത്രക്കാർ വിമാനത്താവളങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് വിമാനങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. ഇതിനിടെ അമേരിക്കൻ രാഷ്ട്രീയ രംഗത്തും യുദ്ധത്തെക്കുറിച്ചുള്ള വിവാദങ്ങൾ ഉയരുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇറാനെതിരായ യുദ്ധത്തിലേക്ക് നയിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണെന്ന് US സെനറ്റർ ബേണി സാൻഡേഴ്സ് ആരോപിച്ചു. ജനപിന്തുണയില്ലാത്ത ഭീകരയുദ്ധമാണ് ഇറാനെതിരെ നടക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. യുദ്ധത്തിന്റെ നഷ്ടങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇറാനിൽ 1200-ലേറെ സാധാരണക്കാർ കൊല്ലപ്പെട്ടു. 13 US സൈനികർ കൊല്ലപ്പെട്ടു. ഇറാനിലെ ഏകദേശം 32 ലക്ഷം പേർ അഭയാർത്ഥികളായി മാറിയിട്ടുണ്ട്. 10,000-ലധികം പേർക്ക് പരിക്കേറ്റതായും അദ്ദേഹം പറഞ്ഞു. ഇതിനിടെ നെതന്യാഹുവിനെതിരെ വധഭീഷണിയും ഉയർന്നിരിക്കുകയാണ്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ളയെയും ഹമാസ് നേതാക്കളെയും കൊലപ്പെടുത്തിയതിന് തിരിച്ചടിയായി നെതന്യാഹുവിനെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. നെതന്യാഹു കൊല്ലപ്പെട്ടുവെന്ന അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്ന സാഹചര്യത്തിൽ നെതന്യാഹു തന്നെ ഒരു വീഡിയോ പുറത്തുവിട്ടു. ജെറുസലേമിലെ ഒരു കഫേയിൽ കാപ്പി കുടിക്കുകയും സഹായിയുമായി സംസാരിക്കുകയും ചെയ്യുന്ന വീഡിയോയാണ് അദ്ദേഹത്തിന്റെ ടെലഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തത്. ഇതിനിടെ ആഗോള ഊർജ്ജ വിപണിയിലും യുദ്ധത്തിന്റെ ആഘാതം പ്രകടമാണ്. സൗദി അരാംകോ എണ്ണ വാങ്ങുന്നവരോട് അയച്ച കത്തിൽ ഏപ്രിൽ മാസത്തിലെ കയറ്റുമതിക്ക് ഏതു തുറമുഖം ഉപയോഗിക്കുമെന്നത് വ്യക്തമല്ലെന്ന് പറഞ്ഞു. ചെങ്കടലിൽ നിന്നോ ഗൾഫിൽ നിന്നോ എണ്ണ ലഭ്യമാക്കാമെന്നാണ് കത്തിൽ പറയുന്നത്. ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടിയ സാഹചര്യത്തിൽ ആഗോള എണ്ണ വിതരണത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകാമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസി ഇത് ചരിത്രത്തിലെ ഏറ്റവും വലിയ എണ്ണ വിതരണ തടസ്സങ്ങളിലൊന്നായി വിലയിരുത്തിയിട്ടുണ്ട്. ഈ സമയം യുദ്ധം ആഴ്ചകൾക്കുള്ളിൽ അവസാനിക്കുമെന്ന് US ഉദ്യോഗസ്ഥർ പ്രതീക്ഷ പ്രകടിപ്പിച്ചു. എന്നാൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി വ്യക്തമാക്കി, ഇറാൻ വെടിനിർത്തൽ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ചർച്ചകൾ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ആവശ്യമായ അത്ര കാലം സ്വയം പ്രതിരോധിക്കാൻ ഇറാൻ തയ്യാറാണെന്നും അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗൾഫ് രാജ്യങ്ങളുമായുള്ള ബന്ധം വീണ്ടും അവലോകനം ചെയ്യേണ്ട സാഹചര്യമുണ്ടെന്ന് ടെഹ്റാനിലെ അംബാസഡർ അലി റസ എനാതായി പറഞ്ഞു. അയൽരാജ്യങ്ങളുമായുള്ള സഹകരണം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഫെബ്രുവരി 28 മുതൽ ഗൾഫ് രാജ്യങ്ങൾ 2000-ലധികം മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നേരിട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നു.
US സൈനിക താവളങ്ങൾ മാത്രമല്ല, എണ്ണ, അടിസ്ഥാന സൗകര്യങ്ങൾ, തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ, ഹോട്ടലുകൾ എന്നിവയും ആക്രമണ ലക്ഷ്യങ്ങളായി മാറിയിട്ടുണ്ട്. ഇതിനിടെ ശത്രുക്കൾക്ക് വിവരങ്ങൾ നൽകിയെന്നാരോപിച്ച് 500 പേരെ ഇറാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. രാജ്യത്തിന്റെ പോലീസ് മേധാവി ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആക്രമണ ലക്ഷ്യങ്ങളുടെ വിവരങ്ങൾ നൽകിയവരും ആക്രമണ സ്ഥലങ്ങളുടെ ദൃശ്യങ്ങൾ എടുത്ത് അയച്ചവരും ഇതിൽ ഉൾപ്പെടുന്നുവെന്നാണ് വിവരം. ഇതിനിടെ യുദ്ധ റിപ്പോർട്ടിങ്ങിനെ കുറിച്ചും അമേരിക്കൻ വിവാദം ഉയർന്നു. US ഫെഡറൽ കമ്മ്യൂണിക്കേഷൻസ് കമ്മീഷൻ ചെയർമാൻ ബ്രെൻഡൽ കാർ വ്യാജ വാർത്തകൾ പ്രക്ഷേപണം ചെയ്യുന്ന മാധ്യമങ്ങൾ അവരുടെ ലൈസൻസ് പുതുക്കലിന് മുമ്പ് നിലപാട് തിരുത്തണമെന്ന് മുന്നറിയിപ്പ് നൽകി. കടുത്ത മാധ്യമ നിയന്ത്രണമാണ് ഇതിനിടെ US വരുന്നത്. ഇസ്രായേലിന് സമാനമായ സ്ഥിതിയാണ് ഇവിടെയും വരാൻ പോകുന്നത്. യഥാർത്ഥ ആക്രമണ വിവരങ്ങളല്ല, നഷ്ടങ്ങളുമല്ല പുറത്തു വരുന്നത്. ഇവർ ഊതിപ്പെരുപ്പിച്ച കഥകൾ മാത്രമാണ് പുറത്തു വരുന്നത് എന്നാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നിലപാട്. എന്നാൽ യഥാർത്ഥ ചിത്രങ്ങൾ പങ്കുവച്ച് ഔദ്യോഗികമായി വാർത്ത നൽകാൻ പോലും ഇരു കൂട്ടർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെയുള്ള വിരോധാഭാസം. ഇതിനിടെ ഇറാനിയൻ കാമിക്കേഡ് ഡ്രോണുകളെ പ്രതിരോധിക്കുന്നതിൽ സഹായം തേടുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് സാങ്കേതിക സഹായം നൽകാൻ ഉക്രൈൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി 3 വിദഗ്ധ സംഘങ്ങളെ മിഡിൽ ഈസ്റ്റിലേക്ക് അയച്ചതായി അറിയിച്ചു. ഖത്തർ, UAE, സൗദി അറേബ്യ, ജോർദാൻ എന്നിവിടങ്ങളിലേക്ക് ഈ സംഘം അയച്ചിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ ഈ യുദ്ധാവസ്ഥ ലോകരാഷ്ട്രീയത്തെയും സാമ്പത്തിക രംഗത്തെയും വലിയ രീതിയിൽ ബാധിക്കുന്നതായി വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. യുദ്ധം എപ്പോൾ അവസാനിക്കുമെന്നതും ഹോർമുസ് കടലിടുക്ക് തുറക്കുമോ എന്നതുമാണ് ഇപ്പോൾ ആഗോള വിപണിയുടെ പ്രധാന ആശങ്ക. ഇന്റർനാഷണൽ ഡെസ്ക്, ഡീൽസ് കേരള.